നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. SJS എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നവംബർ 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെയാണ് ഇഷ്യൂ നടക്കുന്നത്. ഡെക്കറേറ്റീവ് എസ്തെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു കമ്പനിയാണിത്. ഈ മേഖലയിലെ രാജ്യത്തെ ലീഡിംഗ് കമ്പനിയാണ് SJS എന്റർപ്രൈസസ്. ഡിസൈനർ ഗ്രാഫിക്സ്, ക്രോം പ്ലേറ്റിംഗ് തുടങ്ങി ഓട്ടോമൊബൈൽ രംഗത്തെ സൗന്ദര്യം തോന്നുന്ന ആകർഷകമായ പാർട്സുകൾ ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുക, മനോഹരമായ ഡയലുകൾ ഉണ്ടാക്കുക എന്നിങ്ങനെ ഏറെ പ്രത്യേകതയുള്ള ഒരു കമ്പനിയാണിത്. ഒരു സീറോ ഡെറ്റ് കമ്പനി കൂടിയാണ്. അത് വളരെ ശ്രദ്ധിക്കണം. 800 കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ് ഇവർ ഓഫർ ഫോർ സെയിലായിട്ട് വിപണിയിൽ നൽകുന്നത്. ഫ്രഷ് ഇഷ്യൂകൾ ഒന്നുമില്ല എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കർണാടക സംസ്ഥാനത്തെ ഹുബ്ലി, ബാംഗ്ലൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇവർ വാഹനങ്ങളുടെ പാർട്സ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച് നൽകുന്നു. അല്ലെങ്കിൽ അത് കൂടാതെ ഡിസൈനർ ഗ്രാഫിക്സിലും ക്രോം പ്ലേറ്റിങ്ങിലും എല്ലാം വളരെയധികം ഇവരുടെ സർവീസുകളുണ്ട്. അതായത് അക്കാര്യത്തിലെല്ലാം ഇവരാണ് മുൻപിൽ നിൽക്കുന്നത്. SJS എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഈ കമ്പനി അവരുടെ 2 വീലേഴ്സിൻ്റെയും 4 വീലേഴ്സിൻ്റെയും ഇത്തരത്തിലുള്ള സേവനം വഴിയാണ് 65% ഇവരുടെ വരുമാനം ഉണ്ടാകുന്നത്. ഇത് കൂടാതെ മറ്റ് അപ്ലയൻസസിൽ നിന്നാണ് 35% റവന്യൂ വരുന്നത്. അതിലെടുത്തു പറയേണ്ടത് 17% ഇൻകവും എക്സ്പോർട്ടിൽ നിന്നാണ് കമ്പനി നേടുന്നത് എന്നുള്ളതാണ്. 2021 ധനകാര്യ വർഷത്തെ കണക്കുകൾ വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ ലോകത്തെ 20ഓളം പ്രമുഖ രാജ്യങ്ങളിലെ വാഹന നിർമ്മാതാക്കൾ അടക്കമുള്ള 170ഓളം കസ്റ്റമേഴ്സിന് ഏകദേശം 150 ദശലക്ഷം പാർട്സാണ് ഇവർ നൽകിയിട്ടുള്ളത്. അത് കൂടാതെ ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് വേണ്ടിയിട്ടും മെഡിക്കൽ ഡിവൈസസിന് വേണ്ടിയിട്ടും ഫാം എക്യുപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും സാനിറ്ററി ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടും എല്ലാം ഈ ഡിസൈനർ പ്രോഡക്ട്സ്, ഇത്തരത്തിലുള്ള ഗ്രാഫിക്സും ക്രോം പ്ലേറ്റിങ്ങും എല്ലാം ചെയ്യുന്ന ഇത്തരത്തിലുള്ള സർവീസസ് കമ്പനി കൊടുക്കുന്നുണ്ട്. SJS എന്റർപ്രൈസസിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ അവരുടെ ആ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. അതിലെ ചിലരുടെ പേരുകൾ വായിക്കാം. സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ജോൺ ഡീരെ, വോക്സ് വാഗൺ, ഹോണ്ട മോട്ടോർ സൈക്കിൾ, ബജാജ് ഓട്ടോ, റോയൽ എൻഫീൽഡ്, TVS മോട്ടോഴ്സ്, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. അത് കൂടാതെ ടയർ 1 ഓട്ടോമോട്ടീവ് കോമ്പോണൻസിൻ്റെ സപ്ലയേഴ്സ് ആയിട്ടുള്ള ലോകത്തിലെ തന്നെ പ്രമുഖ കമ്പനികളായിട്ടുള്ള മറലി UM ഇലക്ട്രോണിക് സിസ്റ്റംസ്, വെസ്റ്റിയോൺ, ബ്രംബോ, മണ്ടാരിക, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾ കൂടി ഇവരുടെ കസ്റ്റമർ ലിസ്റ്റിൽ പെടുന്നു എന്നുള്ളത് ഇവരുടെ ആ ലോകതലത്തിൽ തന്നെയുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ്. എവർഗ്രാഫ് ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഇക്വിറ്റി ഫണ്ടും KA ജോസഫ് എന്ന് പറയുന്ന ഇൻഡിവിജ്വലുമാണ് പ്രധാന പ്രൊമോട്ടേഴ്സ്. ഇപ്പോൾ നമുക്കറിയാം ഈ ഇഷ്യൂ എന്ന് പറയുന്നത് 800 കോടിക്കുള്ളതാണ്. ഈ 800 കോടിയിൽ ഫ്രഷ് ഇഷ്യൂ ഇല്ല എന്ന് മാത്രമല്ല, ഈ 800 കോടിയും ഓഫർ ഫോർ സെയിലാണ്. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വിറ്റഴിക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് വിറ്റഴിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 പ്രൊമോട്ടേഴ്സാണ് ഈ ഓഹരികൾ വിറ്റഴിക്കുന്നത്. അതായത് ഏകദേശം 2 പതിറ്റാണ്ടായിട്ട് കമ്പനിക്ക് ഫണ്ട് ചെയ്തിരിക്കുന്ന എവർഗ്രാഫ് ഹോൾഡിംഗ്സ് ഇപ്പൊ കമ്പനി നല്ല നിലയിലായപ്പോൾ അവരുടെ കൈവശമുള്ള ഓഹരികളിൽ 40% ഓഹരികൾ വിറ്റഴിച്ച് അതിൽ നിന്ന് ലാഭം എടുക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ അവരുടെ 40%ആണ് 710 കോടി രൂപയും. അതുകൂടാതെ KA ജോസഫ് എന്ന് പറയുന്ന ഫൗണ്ടറും ഇപ്പോഴത്തെ MDയും ആയിട്ടുള്ള അദ്ദേഹമാണ് മിസ്റ്റർ KA ജോസഫ്. അദ്ദേഹത്തിന്റെ 90 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ, അതായത് 5% ഓഹരികളാണ് അദ്ദേഹം വിറ്റഴിക്കുന്നത്. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് 800 ക്രോഴ്സിന്റെ ഓഫർ ഫോർ സെയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 98% കൂടുതൽ, ഏകദേശം 99% ഇവരുടെ കൈവശമാണ് ഇതിന്റെ ഓഹരികളെല്ലാം. ഇപ്പോൾ SJS എന്തിനാണ് പബ്ലിക് ഇഷ്യൂ നടത്തുന്നതെന്നുള്ള കാരണം വ്യക്തമാണ്. അതായത് അവരുടെ പ്രൊമോട്ടറായിട്ടുള്ള എവർഗ്രാഫ് ഹോൾഡിംഗ്സിന് അവരുടെ 40% ഓഹരികൾ വിറ്റ് ലാഭമെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൂടാതെ KA ജോസഫ് എന്ന് പറയുന്ന ഫൗണ്ടർക്കും അദ്ദേഹത്തിൻ്റെ 5% ഓഹരികൾ വിറ്റിട്ട് ഒരു 90 കോടിയുടെ ലാഭം എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പബ്ലിക് ഇഷ്യൂവിന് വന്നിരിക്കുന്നത്. അതായത് ആ സ്ഥാനത്തേക്ക് നമ്മളെ പബ്ലിക്കിനെ അവർ
പ്രവേശിപ്പിക്കുകയാണ്. ഈ കമ്പനിയുടെ ഈ ലാഭകരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ കമ്പനിയിലേക്ക് പ്രവേശിക്കാൻ, അതിൻ്റെ ഉടമസ്ഥതയിലേക്ക് പ്രവേശിക്കാനായിട്ട് ജനറൽ പബ്ലിക്കിനൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് അതുവഴി. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിസ്റ്റഡ് കമ്പനി ആവുക എന്നുള്ളതാണ്. ലിസ്റ്റഡ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസിലേക്ക് SJS എന്റർപ്രൈസസ് ലിമിറ്റഡ് ഉയരുന്നു. അതോടൊപ്പം ലിക്വിഡിറ്റി കിട്ടുന്നു ഷെയർസിന്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്. അതുകൂടാതെ അവർക്ക് ഇനി ഫ്യൂച്ചറിലുള്ള എല്ലാ ഡെവലപ്മെന്റുകൾക്കും ഫണ്ട് റേസിങ്ങിനും എല്ലാം തന്നെ ലിസ്റ്റഡ് കമ്പനി എന്നുള്ള നിലയിൽ കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് അവരുടെ പ്രധാന ഒബ്ജക്ട്സ്. ഇനി SJSന്റെ ഫിനാൻഷ്യൽസിലേക്ക് വരികയാണെങ്കിൽ 2019 മുതൽ 2021 വരെയുള്ള കണക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. റവന്യൂ നോക്കൂ, ഈ കോളം റവന്യൂ ആണ്. 240.8 കോടിയായിരുന്നു 2019. അല്ലെങ്കിൽ ഈ മാന്ദ്യം വന്നിരിക്കുന്ന ഈ നമ്മുടെ കോവിഡ് കാലത്തുള്ള വാഹന രംഗത്ത് ഓട്ടോമൊബൈൽ വ്യവസായത്തിന് സംഭവിച്ചൊരു മാന്ദ്യം ഉണ്ടല്ലോ, അതെല്ലാം കാരണം അത് 221.3 കോടിയായിട്ട് അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2021 ആയപ്പോഴത്തേക്കും 255.2 കോടിയിലേക്ക് അത് ഉയരുകയും ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസസ് ആണ് ഈ കോളത്തിൽ കാണുന്നത്. നെറ്റ് ഇൻകം നോക്കൂ, 37.3 2019, 2020 ആയപ്പോൾ അത് 41.1 കോടിയിലേക്ക് വർദ്ധിച്ചു. അത് 2021 ആയപ്പോഴത്തേക്കും 47.7 കാണുന്നത്. പ്രോഫിറ്റ് മാർജിനും 15.5 ആയിരുന്നത് 18.6 അടുത്ത വർഷം മാറുന്നു. 18.7 ആയിട്ട് 2021 വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെയധികം എൻകറേജിംഗ് ആയിട്ടുള്ള കണക്കുകളാണ് SJS എന്റർപ്രൈസസിൻ്റെതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കമ്പനിയുടെ വാല്യുവേഷൻസ് നോക്കാം. ഏണിങ്സ് പെർ ഷെയർ 15 രൂപ 69 പൈസ. PE റേഷ്യോ 33.84 മുതൽ 34.54 കാണുന്നത്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 15.15%. അതുകൂടാതെ ബുക്ക് വാല്യൂ പെർ ഷെയർ 103.56 പെർ ഷെയറുമാണ് കാണുന്നത്. രജിസ്ട്രാർ ടു ദ ഇഷ്യൂ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ലീഡ് മാനേജേഴ്സ് ആക്സിസ് ക്യാപിറ്റൽ, എഡൽവൈസ് ഫിനാൻഷ്യൽസ്, IIFL സെക്യൂരിറ്റീസ്. അപ്പോൾ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓഹരി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടാൽ മതിയായിരിക്കും. അപ്പോൾ ഈ ഇഷ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നല്ല ഇഷ്യൂ ആണ്. എന്തായാലും വളരെ കോമ്പറ്റീഷൻ കുറഞ്ഞ ഒരു ഫീൽഡിലുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനി വളരെ ഫേമസ് ആണ്. അവർക്ക് എക്സ്പോർട്ട് ഉണ്ട്, വിദേശങ്ങളിലടക്കം അല്പം പ്രസിദ്ധമായിട്ടുള്ള ഒരു കമ്പനിയാണിത്. അപ്പോൾ ഈ കമ്പനി അപ്ലൈ ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നവംബർ 1 തീയതി മുതൽ 3 തീയതി വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 531 മുതൽ 542 വരെയാണ് കാണുന്നത്. ഫ്രഷ് ഇഷ്യൂ ഇല്ല. 800 കോടി രൂപയ്ക്കുള്ള ഇഷ്യൂ ആണെങ്കിൽ അത് മുഴുവനും ഓഫർ ഫോർ സെയിലാണ് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ 800 അതിൻ്റെ ഇഷ്യൂ സൈസ് എന്ന് പറയാം. ഒരാൾ അപ്ലൈ ചെയ്യാവുന്ന, റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്ന മിനിമം ഓഹരി 27 മാക്സിമം റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നത് 351 ഷെയർസുമാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഒരു ഓഹരിയുടെ ഫേസ് വാല്യൂ. റീറ്റെയിലേഴ്സിന് പരമാവധി 35% കമ്പനി ഓഹരികൾ നൽകുന്നത്. ടോട്ടൽ ഇഷ്യൂവിൻ്റെ 35% റീറ്റെയിലേഴ്സിനാണ് കൊടുക്കുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണിത്. ഇനി നമുക്കറിയേണ്ട പ്രധാന ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് ഡേറ്റ് ആണ്. നവംബർ 10 തീയതി ഇതിൻ്റെ അലോട്ട്മെന്റ് വരും. അപ്പോൾ കിട്ടാത്തവർക്ക് 11 തീയതി കാശ് ഫ്രീ ആയിട്ട് അക്കൗണ്ടിൽ ഫ്രീ ആവുന്നതാണ്. ഇനി കിട്ടിയ ഭാഗ്യവാന്മാർക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർ ക്രെഡിറ്റ് വരുന്നത് നവംബർ 12 തീയതിയാണ്. IPO ലിസ്റ്റിംഗ് പറയുന്നത് നവംബർ 15 തീയതിയുമാണ്. ഈ തീയതികൾ എല്ലാം ടെൻറ്റേറ്റീവ് ആണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ SJS എന്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ IPO വിശേഷങ്ങളാണ് ഇതുവരെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ ഇടാനും മറക്കരുത്. ഇതാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും കൂടി ചെയ്യണം. ഈ നിരവധി IPOകളാണ് വരുന്നത്. അടുത്ത IPOയുടെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളെ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ അപ്പോഴപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും അടുത്ത IPO ആയിട്ട് ഉടൻ തന്നെ നമ്മൾ വീണ്ടും കാണുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.